ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ മെയിനായിട്ട് വന്നേ. അതായത് കുറെ എണ്ണം ഇത് മെഴുകുന്നുണ്ട് മറ്റേ ഇന്നലത്തെ സിറ്റുവേഷനില് രണ്ടുപേരേ ഉള്ളൂ അതിനകത്തത്, ബാക്കിയെല്ലാം ഇതാണ് അതിന്റെ പേരിലാണ് നമ്മൾ പറഞ്ഞതെന്നൊക്കെ. അതിന്റെ പേരിലാണ് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാ, മനസ്സിലായ? ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറയാം ഗൈസ്. ഇവിടെ ഇവിടെ ഈ ബ്രാവോ ഇരുത്തി പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ബ്രാവോ ഇരുത്തി പറയുന്നത് പറഞ്ഞാൽ ബ്രാവോ സെർവറിന്റെ അഡ്മിൻ ആയതുകൊണ്ടാണ് ബ്രാവോ ഇരുത്തി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സ്ക്രിപ്റ്റ് സ്റ്റാർട്ടിങ് കയറും. നിനക്കൊക്കെ വേണമെങ്കിൽ കേട്ടാ മതി. നിന്നെ ഒന്നും ബോധിപ്പിച്ചിട്ട് ഒരു അണ്ടി എനിക്ക് കിട്ടാനില്ല, മനസ്സിലായ? അന്നേരം കാര്യം പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ സെർവറിൽ ഗ്യാങ് ആവാത്തതിന് 3 ഗ്യാങ്സ് ഇത്ര ഇത്ര എത്ര എത്ര ഗ്യാങ് ഇട്ടായിരുന്നു ബ്രാവോ ഇവിടെ? 7 ഗ്യാങ്. 7 ഗ്യാങ് ഇവിടെ സ്ലോട്ടിന് വേണ്ടി ഇട്ടിട്ട് അതില് ടോപ്പ് പോയിന്റ്സ് ഗ്രൈൻഡ് ചെയ്ത ഗ്യാങ്ങിന് സ്ലോട്ട് കൊടുത്തത് നേരെ കൊണ്ടുവന്ന് പുറത്തും കമന്റ് സെക്ഷനിലും എല്ലാത്തിലും എന്റെ തലയിലോട്ട് കൊണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് സ്ലോട്ട് കൊടുക്കാത്തത്. ബ്രാവോ, ഞാനാണോ ബ്രാവോ നിങ്ങളുടെയൊക്കെ സ്ലോട്ടിന്റെ കാര്യം ഡിസൈഡ് ചെയ്യുന്നത്? ഇവിടെ അതിനകത്ത് വിസിബിൾ ആയിട്ടുണ്ട് ടോപ്പ് പോയിന്റ് ഉള്ള 3 പേർക്കാണ് അത് കിട്ടിയെന്ന്. അന്നേരം തൊട്ട് തുടങ്ങി ഞാനാണ് ഡിസിഷൻ എടുക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടാണ് ഗ്യാങ് സ്ലോട്ട് കൊടുക്കാത്ത. അതും ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത എന്റെ കാര്യത്തിൽ പിടിച്ചു നിർത്തി നീയൊക്കെ ഈ കമന്റ് ഇട്ട് മെഴുകുന്ന എല്ലാ അവന്മാരും വന്നിരുന്ന് അങ്ങ് പറയുക. നീയൊക്കെ എന്റെ വീട്ടിൽ താമസിക്കുന്ന പോലെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാം കറക്റ്റായിട്ട് കാണുകയും മറ്റേ ഇതാക്കി ചെയ്ത് നിന്റെയൊക്കെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ, എടാ ഗ്യാങ് സ്ലോട്ട് ഇട്ട സമയത്ത് ഗ്രൈൻഡ് ചെയ്യാതെ വേറെ പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഗ്യാങ്ങിന് സ്ലോട്ട് കിട്ടും. അത് ബേസിക് ബുദ്ധിയുള്ളവരാകും. നിന്റെ കൂടെയൊക്കെ ഇറങ്ങിയവന്മാർക്ക് ഗ്യാങ് സ്ലോട്ട് കിട്ടിയല്ലോ. കൊടുക്കാതാണെങ്കിൽ എനിക്ക് കൊടുക്കാതിരിക്കാനാണെങ്കിൽ 2 ഗ്യാങ്ങിനും പിടിച്ച് കൊടുക്കാതിരിക്കാമല്ലോ. എനിക്ക് ബാക്കിയുള്ള എല്ലാവരും ഇഷ്ടമുള്ളവരാണ് അപ്പുറത്തിരിക്കണേ. എന്തൊക്കെ വെടലത്തരോ പറയണേ. പറയുമ്പോ എന്തും പറയാന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു തുടങ്ങി. അവിടുന്ന് തുടങ്ങി കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോ ലൈവിലും ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി, പറഞ്ഞ് ട്രിഗറാക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഓക്സി ഇവിടെ ജോയിൻ ചെയ്തപ്പോഴത്തേക്കിന് കുറെ എണ്ണത്തിന് അങ്ങനെ കുരുപൊട്ടി. അവനോട് വിളിച്ച് പറയുക ബാക്കി ഈ പി സിയുടെ കാര്യവും മറ്റേ ഇതിന്റെയൊക്കെ കാര്യം എല്ലാം പറഞ്ഞതിനുള്ള മറുപടിയാണ് ഇന്നലെ പറഞ്ഞത്. അല്ലാതെ നീയൊക്കെ മറ്റേ എന്തുവാ സിറ്റുവേഷൻ അത് എടാ ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്നലെ സിറ്റുവേഷനിൽ വന്ന് നമ്മൾ ഡൗൺ ആയെങ്കിൽ ഓക്കെ, നിങ്ങളെ അടിച്ച് തൂറ്റിച്ചിട്ടല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അല്ലാതെ പറഞ്ഞതല്ലല്ലോ. ഞങ്ങൾ ഡൗൺ ആയിട്ട് ഫ്രസ്ട്രേഷന് പുറത്ത് പറഞ്ഞതല്ലല്ലോ, അടിച്ച് തൂറ്റിച്ച് വിട്ടിട്ടല്ലേ പറഞ്ഞത്. അത് ഇന്നലെ പറഞ്ഞത് ആ സിറ്റുവേഷനിൽ 2 പേര് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇത് ഓൾറെഡി പറയാതിരുന്ന കാര്യമാണ്. അത് എന്റെ ലൈവിൽ ഇല്ലായിരുന്നു എന്നേ ഉള്ളൂ. ബാക്കി ഇവിടെ ടി വിക്കകത്ത് സ്ട്രീം ചെയ്യുന്ന കുറച്ച് പേരുടെ ലൈവിൽ ഇത് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഇറ്റാച്ചി, നീല്, ഇവരുടെ എല്ലാ ലൈവിൽ കുറച്ച് ദിവസമായിട്ട് ഈ സാധനം ഡിസ്കഷനിലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ പറയാൻ ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. മനസ്സിലായ? അല്ലാതെ നീയൊക്കെ മറ്റേ നീയൊക്കെ ഒന്നും ചെയ്യാത്ത മറ്റേ മാന്യന്മാരെ പോലെ പിടിച്ചോണ്ട് വരരുത്. സെർവർ സൈഡ് ഡിസിഷനിൽ എന്നെ വലിച്ചിട്ടിട്ട് നീയൊക്കെ മറ്റേ ഇതാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കണ്ണുവട്ടന്മാരാണ്. ഇങ്ങനെ ബ്ലൈൻഡ്ലി വിശ്വസിക്കാതെ കണ്ണുവട്ടന്മാരാണ്. 3 പേർക്കും അവരൊക്കെ പോയിന്റ് ഉണ്ട്. അപ്പൊ ആ പോയിന്റ് ഉള്ളവർക്ക് അല്ലാതെ ഇവർക്ക് ഗ്യാങ് സ്ലോട്ട് കൊടുക്കണോ? അത് എവിടുത്തെ ന്യായമാ? അല്ല, അങ്ങനെ 3 പേർ പോയിന്റ് അടിയിലുള്ള കുറവുള്ള 3 പേർക്ക് സ്ലോട്ട് അല്ല ഇവരുടെയും ഈ 3 പേർക്ക് പോയിന്റ് ഇത്രയുണ്ട്. ഇപ്പൊ 500 502 അത്ര എന്തുകൊണ്ട് വെച്ചാണ് പോയിന്റ്. ഇവർക്ക് പോയിന്റ് കുറവാ. അപ്പൊ ഈ പോയിന്റ് കുറവുള്ളവർക്ക് മേളിലുള്ളവരൊക്കെ പ്രയോറിറ്റി കൊടുത്താ അപ്പൊ അന്നേരം ബാക്കിയുള്ളവരുടെ അടുത്ത് എന്ത് മറുപടി പറയും സെർവർ സൈഡിൽ നിന്ന്? ഇതൊന്നും ആലോചിക്കാൻ ബുദ്ധിയില്ലാതെ വെറുതെ വന്ന് നമ്മളോടത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് സ്ലോട്ട് കൊടുക്കാത്തത്, ഞാനാണ് ഇവിടെ സ്ലോട്ട് കൊടുക്കാത്തത്, എന്തൊക്കെയാ പറയണേ? അതാദ്യം നിർത്തുമ്പോ ബാക്കിയുള്ളവരും പറയണം നിർത്തും. എന്നിട്ട് ഒന്നും ചെയ്യാത്ത പോലെ ഞങ്ങളെ ഡ്രാഗ് ആക്കിയോ. നിങ്ങളെ ഡ്രാഗ് ആക്കിയ മറ്റേ എന്റെ വീടിന്റെ ആധാരം ഒലിച്ചു പോകും വെള്ളത്തിനകത്ത്. ഒന്ന് പോയടാ. നിന്റെയൊക്കെ ഇതൊക്കെ വേറെ ആരുടെത്തേലും പോയി ഇറക്ക് ദയവ് ചെയ്ത് പ്ലീസ്. എല്ലാം കഴിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും വായിന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മാത്രം പ്രശ്നക്കാര്. അതിനു മുമ്പ് ചെയ്തു കൂട്ടിയതും പറഞ്ഞു പിടിപ്പിച്ചതും എല്ലാം ശരി. നൈസാണ്, നല്ല രസമുണ്ട്. ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ബ്രാവോ. കാരണം എനിക്ക് ഉറപ്പാ ഇതിന്റെ കാര്യത്തിൽ സെർവർ സൈഡിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ വി സിയിലും നിങ്ങളുടെ ഇതിനകത്തൊന്നും ഞാൻ വരാറില്ല ബ്രാവോ. നീ വരാത്തല്ലേ? ഇത് ഓൾറെഡി ഈ കാര്യം ഞാൻ ഇവരോട് ക്ലിയർ കട്ടായിട്ട് ലൈവിൽ തന്നെ മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞൊരു കാര്യം. ഞാൻ പോയിന്റ് ബൈ പോയിന്റ് എടുത്ത് കാണിച്ചിട്ടാണ് അന്നത്തെ ലൈവിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഗ്യാങ് ആക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നത് ഈകള് പറഞ്ഞത് ഈകള് ഒന്നും പറഞ്ഞില്ല അവിടെ. ഈകൾ എന്നോട് പറഞ്ഞത് പറ്റുമെങ്കിൽ അവരെ ഗ്യാങ് ആക്ക് ബ്രാവോ എന്നാണ് ഈകള് പറഞ്ഞത്. എന്നിട്ട് ബാക്കി സിറ്റി തീർക്കാതെ
അതെന്തിനാന്നുള്ളത് പറയണ്ട ബ്രാവ്, അതെന്തിനാന്നുള്ളത് പറയണ്ട. അങ്ങനെ ഓക്കെ. അവരെന്നോട് പറഞ്ഞ പറ്റുമെങ്കിൽ അവരെ ഗ്യാങ് ആക്ക് ബ്രാവോ എന്നാണ് എന്നോട് പറഞ്ഞത്. സി അത് അങ്ങനല്ല, ഗ്യാങ് ആക്കാനാണ് എന്നോട് പറഞ്ഞത്, മനസ്സിലായോ? ഞാൻ ഇത് സർവർ റൺ ചെയ്യുമ്പം ഒരു പ്രൊസീജിയർ ഉണ്ടാവും, അത് പോകുന്ന ഒരു രീതി ഉണ്ടാവും, ആ രീതിയിലേ നമുക്കത് ഓടിച്ചോണ്ട് പോകാൻ പറ്റത്തുള്ളൂ, മനസ്സിലായോ? അപ്പം അതിൽ നിന്ന് നമുക്ക് വേറെ രീതിയിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ ചാറ്റിലൊരു കമന്റ് കണ്ടു, അതായത് എന്തുവാ അത് ഫാമിലി മെൻഷനിങ്ങിന്റെ ഒരു കേസ് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ അതിൽ ഒരാൾ തന്നെ ഇട്ട കമന്റ് തന്നെ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതേപോലെ അന്നത്തെ TJ സിറ്റുവേഷനിൽ ജോഷുവിനെ ഹോസ്റ്റേജ് എടുത്തെന്നും പറഞ്ഞിട്ട് അവിടെ കൊമ്പൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും എല്ലാം വിളിച്ചത് തെറിയല്ലായിരുന്നു. അപ്പൊ അത് എന്തായിരുന്നു, പുണ്യ വാക്കുകളായിരുന്നു വായിന്ന് വന്നേ. അതൊന്നും കുഴപ്പമില്ല ബ്രാവ്, അതൊന്നും കുഴപ്പമില്ല. അത് അവര് പറയുമ്പോ അത് പ്രശ്നമില്ല, നമ്മള് പറയുമ്പോഴാണ് പ്രശ്നം. ഞാനൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞോളൂ, അമ്പിയുടെ തന്ത വിചാരിച്ചാൽ നടക്കൂലെന്ന്. അതാണ് പറയുന്ന പേരൻ മെൻസിങ്. അപ്പൊ സ്വന്തമായിട്ട് അവര് ഏറ്റെടുത്ത ആ പേരല്ലേ, പുള്ളിയാണ് അമ്പി എന്നുള്ളത് അവര് ഉറപ്പിച്ച് ഏകദേശം കാര്യങ്ങൾ അവർ ഉറപ്പിച്ചു, അവരാണ് അമ്പി. ഞാൻ പറഞ്ഞ അമ്പിയാണേലും അമ്പിയുടെ തന്തയാണേലും വിചാരിച്ചാൽ നടക്കൂലെന്ന്. അപ്പോഴത്തേക്കിന് പിന്നെ എനിക്ക് പിന്നെ ഒരു തന്ത ഉള്ളതുകൊണ്ട് എന്റെ തന്തയുടെ പേര് കണ്ടുപിടിക്കാൻ എളുപ്പമാണടാ, ബാക്കിയുള്ളവർ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് പിന്നെ എന്റെ തന്തയുടെ പേരൊക്കെ ഇട്ട് മെൻഷൻ ചെയ്യാൻ. പക്ഷെ എനിക്ക് പ്രശ്നമില്ല, കാരണം നമുക്കറിയാലോ നമ്മളപ്പം പുള്ളി തന്നെയാണ്, പുള്ളിയുടെ പേര് അതാണെന്നുള്ള കാര്യം എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം എന്താണ് നമുക്ക് അത് പേടിക്കണ്ടേ. പിന്നെ വേറെ കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കേട്ട് ഏറ്റുപിടിക്കണ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇന്നാണ് രണ്ടു തവണത്തെ വിളിച്ചായിരുന്നു. ഷെയ്ഖിന്റെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് പറയാം, ഷെയ്ഖിന്റെ ഗുണ്ടകള് ഷെയ്ഖൊന്ന് വിചാരിച്ച ഷെയ്ഖിന്റെ ആൾക്കാരെ വെച്ച് ഈഗിളിനെയൊക്കെ ഈസി ആയിട്ട് എടുത്തിട്ട് തല്ലാം. ഞാൻ ഇവനെ പോയി 2 തന്തയ്ക്ക് വിളിക്കട്ടോ. പയ്യനെ വിളിച്ചപ്പോ എന്റെ അടുത്ത് ആദ്യം പറയാണേ, ബ്രോ ചൂടാവല്ലേ. ഞാൻ ഷെയ്ഖിന്റെ ഒരു ഭയങ്കര ഹേറ്ററാ. ഞാൻ സത്യം പറഞ്ഞാൽ ഇതെല്ലാം ചോർത്തി തരാൻ വേണ്ടി അവരുടെ വിശ്വാസം നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന്. എന്നിട്ട് പറയാ, വോയിസ് മെസ്സേജ് ഞാൻ ചോദിച്ചു, നീ എന്താ വോയിസ് മെസ്സേജ് ഇട്ടെ? വോയിസ് മെസ്സേജ് എന്റെ കൂട്ടുകാരനെ ഇട്ടെ. ഞാൻ പറഞ്ഞു, നിന്റെ സെയിം വോയിസ് ആണല്ലോ. അത് എന്നെ കൂടെ നിർബന്ധിച്ച് ഇടിപ്പിച്ചതാണ്. ഇവന്റെ ഒക്കെ ഗ്രൂപ്പില് എന്താ അവന്റെ പേരെന്തായിരുന്നു, അബിയോ? അവനെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഇവന്റെ പോക്ക് ശരിയല്ല. ഒരു ദിവസം ഞാൻ വിളിക്കുന്നുണ്ട് അവനെ. ഇവരുടെയൊക്കെ വിചാരം ഇതൊന്നും ആരും കേൾക്കൂല, ഇതെല്ലാം ഭയങ്കര സീക്രട്ട് ആണ്. അവരവിടെ എന്ത് കുണ്ണായ്മ പറഞ്ഞാലും ഈകളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതില് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നൊരു കാര്യം എന്താണെന്നറിയാം, അവരുടെ ഗ്രൂപ്പിൽ നടന്നൊരു സംഭവത്തില് വളരെ കോമഡി സാധനമാണ്. അതായത് ഞാൻ അന്നത്തെ ഇമോട്ടലി മാറ്റി ഇപ്പൊ കാണാം, അമ്മാരുടെ സംസ്കാരം ഇപ്പൊ കാണാം. ഇമോട്ടലി മാറ്റി കൊടുക്കാം, അന്നേരം കാണാം. ഇപ്പൊ കാണാം, ഇമോട്ടലി മാറ്റി കൊടുക്ക്. പ്രശ്നമായി ഇമോട്ടലി മാറിയെന്ന് തോന്നുന്നു, മാറിയില്ലേ? ഫോളോ സൊല്ലി 1 hour കസ്റ്റം. അയ്യോ, ഫോളോ സൊല്ലി ആക്കി കഴിഞ്ഞാല് തൽക്കാലം 1 hour ഉള്ള ഒരു കമന്റ് എടുട്ടെ. ഇമോട്ടലി മാറിയില്ല ബ്രോ. അങ്ങനെയാണല്ലോ ഷെയ്ഖിനെ എന്തൊക്കെ പറയുന്നു. ഷെയ്ഖിനെ പറഞ്ഞതിന്റെ കാര്യത്തിലല്ലല്ലോടാ, ഷെയ്ഖ് പറഞ്ഞത് നിങ്ങളാരും കേൾക്കുന്നില്ലല്ലോടാ. പക്ഷെ നമ്മളെല്ലാം കേൾക്കുന്നുണ്ട് ഓഫ്ലൈനിൽ. നിങ്ങളോട് പറയാത്തതല്ലേ, നമ്മളോടും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോടും എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. എന്നിട്ട് നേരെ വന്ന് എന്റെ അടുത്ത് കുറ്റസമ്മതം നടത്തുക. ഞാൻ ഈഗിളിനെ ഒരുപാട് അപരാധിച്ചിട്ടുണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അവരിത് പൊക്കിക്കൊണ്ട് വരുന്നതിന് മുമ്പ് ഞാനങ്ങ് കുറ്റസമ്മതം നടത്തുവാന്ന് എന്നോട്. ബ്രാവോ ഉണ്ടായിരുന്നല്ലോ, ബ്രാവോ കേട്ടല്ലേ? നമ്മളെ വിളിച്ച് സംസാരിക്കുന്ന ഒരാൾ അങ്ങനെ നമ്മുടെ അടുത്ത് കുറ്റസമ്മതം നടത്തുക എന്ന് പറയുമ്പോ എന്റെ പൊന്നോ. സത്യം മനസ്സിലാക്കാൻ നിനക്കൊക്കെ ഇനിയും സമയമുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കുക ബ്രോ, ഇവിടെ സെർവർ സൈഡിലുള്ള റൂളാണ്. അതിലോട്ട് എന്തിനാ എന്നെ വലിച്ചിട്ടതും എന്നെ ഇതാക്കിയതും എന്നുള്ള ചോദ്യമാണ് എൻ്റെ അടുത്ത്. ഇതിപ്പം ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എന്നാലും ഞാൻ ഇപ്പൊ ഇതിനെ VC വരുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഞാനിപ്പോ ഒരാളോട് സംസാരിച്ചിട്ട് വന്നതാ. അവരോട് പോലും പറഞ്ഞേക്കുന്നത് സ്ലോട്ട് തരാത്തത് എന്റെയൊക്കെ റോള് നല്ലതുപോലെ ഉണ്ട് അതിനകത്ത്. ഞാൻ അതുകൊണ്ട് അവർക്ക് സ്ലോട്ട് കിട്ടാത്തതെന്ന്. അല്ല അണ്ണൻ പറഞ്ഞത് കൊടുക്കാനില്ല അണ്ണ വേറെ ഒരു കാര്യത്തിന്. ആരോട് പറയാൻ, ആര് മനസ്സിലാക്കാനില്ലേ? 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ടർഫസ് വെക്കേണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവരുടെ പ്ലേയേഴ്സ് സർവറിനകത്ത് ഇരുന്നിട്ട് ഈ സർവറിനെ ഡിഗ്രേഡ് ചെയ്തൊരു സാധനം കണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ്
ഇനി ഇവരുടെ പ്ലേയേഴ്സ് ആരെങ്കിലും, അതായത് അവരുടെ R7 പ്ലേയേഴ്സ് ആരെങ്കിലും സർവറിനെ ഡീഗ്രേഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പെർമനന്റ് അടിക്കുകയും ചെയ്യും. R7 ഗ്യാങ്ങും ആക്കത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞത് അവരുടെ ഗ്യാങ്ങിന്റെ അകത്തുള്ള പ്ലേയേഴ്സിന്റെ കാര്യം പറയുന്നത്. ഇവരത് അവരുടെ വ്യൂവേഴ്സ് പറഞ്ഞാലെന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത്, മനസ്സിലായോ? അതായത് അവരുടെ വ്യൂവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗ്യാങ് ആക്കത്തില്ല എന്നുള്ള രീതിയിൽ അത് ഏറ്റെടുത്ത്. അത്രേ ഉള്ളൂ, മനസ്സിലായോ? അത്രയും എന്താ പറയാ തലച്ചോറാണ് എല്ലാവർക്കും ഉള്ളത്. ഒരു കാര്യം പറയുന്നത് പോലും വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കാൻ വയ്യടാ. എന്തുവാ പറഞ്ഞത്, നിങ്ങൾ എന്തുവാ കേട്ടെ? കഷ്ടം തന്നെ. അതിലും ഒരു ചില പേര് ഉണ്ട് കേട്ടോ, കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അവര് പറയുന്നുണ്ട് ഇത് ഗ്യാങ്ങിലെ മെമ്പേഴ്സ് പറഞ്ഞതിന്റെ പേരില്ല എന്നുള്ള രീതിയിൽ. നൈസ് നൈസ്, ലെറ്റ്സ് ഗോ. ഈ ഇവിടെ വന്നിട്ട് ഒരാളുടെ അച്ഛന്റെ പേരൊക്കെ പറഞ്ഞ് നീയൊക്കെ ചാറ്റില് ഇങ്ങനെ ഊമ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നീയൊക്കെ ഊമ്പിക്കൊണ്ടിരി. ഈ പറയുന്ന പോലെ അത് കണ്ടില്ല? ഇന്ന് ഞാൻ ഉച്ചക്ക് ലൈവ് ഒരേ കാര്യം തന്നെ ഇങ്ങനെ സ്പാമിങ് ആണ്. അത് എങ്ങനെയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണം. സെയിം കാര്യം തന്നെ ഒരു 10 പേര് സ്പാം ചെയ്യും ഒരുമിച്ച്. ആരാണ്? അത് പ്രശ്നമില്ല, അത് വിട്ടോ. നിനക്ക് അറിയാലോ, അത് ഓൾറെഡി അറിയാം. വെച്ചാ ഒരുത്തം പോലും, അതൊരു ഒറിജിനൽ പ്രൊഫൈൽ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തം പോലും ആ കൂട്ടത്തിലില്ല. അതുകൊണ്ട് ഞാൻ അവന്മാരെ ആ ഒരു ടൈപ്പ് ഓഫ് ശിഖണ്ഡികളായിട്ടേ കാണുന്നുള്ളൂ. മനസ്സിലായി? എന്റെ ഗ്രൂപ്പിലാണെങ്കിലും കുറെ പേരും കേട്ടോ, മറ്റേ ആനയുടെ തുമ്പിക്കൈയൊക്കെ DP ഇട്ട് കേൾക്കുന്നവന്മാരും മറ്റേ ഇതൊക്കെയാണ് അവന്മാരുടെ പ്രൊഫൈല്. നമ്മളാണ് തെറി വിളിക്കണേന്നൊക്കെയാണ് പറയണ. ഈ ഇടയ്ക്ക് ഒരു TJ വേഴ്സസ് ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിൽ ജോഷു എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ POV ഒന്ന് എടുത്ത് നിങ്ങൾ കണ്ടു നോക്കണമെന്ന്. അയ്യോ, അതിനെ വിളിക്കാത്തൊന്നുമില്ല. അല്ല, ഇവരൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ ബ്രാവോ? ഇവരൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ TVക്ക് വേണ്ടി കണ്ടന്റ് ഇടുന്നതും ബാക്കിയെല്ലാം നമ്മുടെ പെയ്ഡ് PR പിള്ളേരാണെന്നാണ് ഇവര് വിശ്വസിച്ചിരിക്കുന്നത്. ഇതുവരെ എന്തായാലും നമുക്ക് അങ്ങനെ അതിന്റെ ഒരു ആവശ്യം നമുക്ക് വന്നിട്ടില്ല. ഒത്തിരിയാണേ, നിർത്തിക്കോ. എന്റെ കണ്ടന്റ് കൂടുന്നുണ്ട് കേട്ടോ. ഇവന്മാരുടെയൊക്കെ കമന്റ് അറിയാം, ഇവന്മാരുടെയൊക്കെ പ്രായം. ഇത് നോക്കിക്കോ ബ്രാവോ, ബെസ്റ്റിന്റെ സ്പെല്ലിംഗ് BUST, ബെസ്റ്റ് കപ്പിൾസ് എന്ന് പറയാം. BUST, ബെസ്റ്റ് കപ്പിൾ. സ്കൂളിൽ പോയി ബെസ്റ്റ് ഓഡിയൻസ്. ലെറ്റ്സ് ഗോ. രണ്ടക്ഷരം പഠിക്കാൻ നോക്കി സമയത്ത്. ഇവരൊന്നും പോവാണ്ട് യൂട്യൂബിൽ പഠിക്കാൻ അത് കൊള്ളാല്ലേ ലോൾ. എന്തോടി ലോൾ? ഞാൻ ലൈവ് ഇട്ട് തുടങ്ങിയപ്പോ തന്നെ ലോൾ എന്ന് പറഞ്ഞ് തുടങ്ങിയ അത് സംഭവം. അതൊരു ഫേക്ക് അക്കൗണ്ടുകളുടെ മെസ്സേജാ. ആണോ? എന്ത് പറഞ്ഞാലും ലാസ്റ്റ് ഒരു സാധനം ലോൾ. ബ്രോ, ഇട്ടിച്ചൻ ഗെയിമിങ്ങിന്റെ ചെയറൊക്കെ മറന്നു അമ്പിക്കുന്ന ഈകളെന്ന്. ഡാനിയൽ തോമാച്ചൻ. ഇന്നലെ നിന്നെ ഓൾറെഡി ഞാൻ തന്തയ്ക്ക് വിളിച്ചായിരുന്നു. തോമാച്ചനെ ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം. തോമാച്ചനടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. തോമാച്ചൻ പണ്ടത്തെ വീഡിയോ എടുത്തോണ്ട് തോമാച്ചൻ ചെയറിന്റെ കാര്യം മറന്നോന്ന്. ചെയറിന്റെ കാര്യം എന്ത് മറന്നോന്നാണോടാ? ഇട്ടിച്ചന് ചെയർ മേടിച്ചു കൊടുത്തതാണോ നീ വിചാരിക്കുന്നത്? എവിടെയെങ്കിലും പണ്ടത്തെ ഒരു വീഡിയോ കണ്ടിട്ട് നീ അതിന്റെ മറ്റേ ഇതും കൊണ്ട് വരണേ. KVയുടെ കൂടെ സിറ്റുവേഷൻ ആയ സമയത്താണ് ഞാനും ഇട്ടിച്ചനും എല്ലാം കൂടെ പ്രശ്നമായത്. അത് എങ്ങനെയാ സോൾവ് ആയത്, എങ്ങനെ ഇതാക്കിയെന്നൊക്കെ ബ്രാവോയ്ക്ക് നല്ലതുപോലെ അറിയാം. ബ്രാവോയ്ക്കും അറിയാം, എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? നീയൊന്നും അത് കൊണ്ടുവരണ്ട. നിനക്ക് തന്തയെന്ന് വിളിക്കാൻ ഒരാളില്ലെങ്കിൽ വേറൊരാളുടെ തന്തയെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇത് തന്തയെന്ന് വിളിക്കുന്ന സ്വഭാവം നിർത്തറ. നീയൊക്കെ എത്ര നാളായിട്ട് പഴയ വേറെ ആൾക്കാരുടെ ക്രെഡിറ്റ് മൂഞ്ചാൻ നടക്കുക. നീയൊക്കെ വാറടിച്ചോ ജയിക്കാൻ പറ്റിയില്ല. വാറടിച്ച് ജയിക്കാതിരുന്നപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഗ്യാങ്ങിനോട് തോറ്റ അടുത്ത ദിവസം അവരുടെ സപ്പോർട്ടർ ആവും. കഷ്ടമാണ്. നിന്റെയൊക്കെ ഗതികേട് കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരണം. സന്തോഷം.
ഒരു സംഭവം